ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിലും നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഇതിനായി ഞാനിവിടെ 2 സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സബോള കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇത് ഒറ്റയായിട്ട് കിടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് 2 ഉരുളക്കിഴങ്ങ് ഗ്രേറ്ററിൽ ചെറിയ ഹോളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൽ നിന്ന് നല്ല കട്ടിയായിട്ടുള്ള ഒരു നീര് വരും. അപ്പോൾ അത് വേണ്ട നമുക്ക്. അതുകൊണ്ടാണ് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 2 സവോളയ്ക്ക് 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കണക്കനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി എടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുക്കണം ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, 1 നുള്ള് ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ റവയാണ്. വറുത്ത റവയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. അതും 1/2 കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആദ്യം ഇതുപോലെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എത്രത്തോളം വെള്ളം വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പാകപ്പെടുത്തിയാൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് പരുവം കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. നമ്മുടെ ഈ ഒരു മാവ് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഒട്ടുന്ന ആ ഒരു പരുവത്തിലാണ് കറക്റ്റ് ആയിട്ടുള്ള പരുവം. 1/2 കപ്പ് വെള്ളം തന്നെ ഇതിൽ മതിയായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം മനസ്സിലാവും. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ എണ്ണയോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചെടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ അകമൊന്നും വേവാതെ പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എത്ര സമയം വേവാനായിട്ട് എടുക്കുന്നോ അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. എന്നാലാണ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നല്ല പോലെ കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയം വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതിന്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിൽ തന്നെ തിരിച്ചിട്ട് കൊടുത്ത് വേവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ വേറൊരു പരന്ന പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയമായപ്പോഴത്തേക്കും നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.